ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനയോടുള്ള ബന്ധത്തിൽ തുടർന്നും ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം പാടിയതുപോലെ നീചരായ നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് നാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 95-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം സാംസ് 95 വേഴ്സ് 1-6. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കൈകളിൽ ആകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവൻ്റെ കൈകൾ അനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. 7-ാം വാക്യം, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇവിടെ രക്ഷയുടെ പാറയായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഉല്ലസിച്ച് ഘോഷിക്കുകയും സ്തോത്രത്തോടുകൂടെ അവൻ്റെ സന്നിധിയിൽ വരികയും സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഭാഗം, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. മഹാരാജാവ് ആയിരിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ, നമസ്കരിപ്പാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ പ്രപഞ്ചത്തെയും അവയിലുള്ളവയെയും അവൻ സൃഷ്ടിച്ചു. 6-7 വാക്യങ്ങളിൽ നാം നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നമസ്കരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എഴുതിയ സങ്കീർത്തനം ആണെങ്കിൽ തന്നെയും വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളായിരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന സങ്കീർത്തനമായിട്ടിരിക്കുന്നു. ഇതോടുള്ള ബന്ധത്തിൽ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തീത്തോസിന്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 11, 12, 14, 15 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 11-15. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അതിൻ്റെ 14-ാം വാക്യം മുതൽ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു, സൽപ്രവൃത്തികളാൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. 15-ാം വാക്യത്തിൽ, ഇത് പൂർണ്ണ ഗൗരവത്തോട് പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ഇവിടെ നാം കാണുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായിരിക്കുന്ന, എൻ്റെ 15-ാം വാക്യത്തിൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായിരിക്കുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട്. പിന്നീട് പുതുയോഗത്തോടുള്ള ബന്ധത്തിലുള്ള വാക്യങ്ങളാണ്, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ കർത്താവ് മഹാദൈവമായ രക്ഷിതാവാണ്. അവിടെ 95-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടു, അവിടെ നാം കണ്ടത് യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ആ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു മഹാദൈവമായവൻ നമ്മെ അധർമ്മത്തിൽ നിന്ന്, അതിൻ്റെ തുടർന്നുള്ള 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് നമ്മൾ ആയിരുന്ന അവസ്ഥ. അതിൻ്റെ 3-ന്റെ 4 മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യത്തിൽ, അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണാധിക്യ പ്രകാരം അത്രേ രക്ഷിച്ചത്.
നമ്മുടെ ഒരു നീതി പ്രവൃത്തികളുമല്ല ഈ മഹാദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഇന്നിവിടെ കടന്നു വന്ന് ആയിരിക്കാൻ തക്കവണ്ണം ആ മഹാദൈവം നമ്മോട് കാണിച്ച വലിയ കൃപയാണ്. അതിൻ്റെ 2:15 വാക്യത്തിൽ 14 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, തന്നെത്താൻ സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മൾ ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. മഹാദൈവമായ കർത്താവ് നിത്യതയിൽ തന്നെ അവൻ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടായി തീരുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ഭൂമിയിൽ ശേഷം മനുപുത്രന്മാരെ പോലെ അവൻ ഒരു കൃമിയായി ഒരു മാതാവിന്റെ ഉദരത്തിൽ രൂപം കൊണ്ടു ഒരു ശിശുവായി ജനിച്ചു. പാപം കൂടാതെ ജനിച്ചു, പാപം കൂടാതെ ജീവിച്ചു. പാപികൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നു. ജീവിതത്തിൽ നിന്നയും അപമാനവും സങ്കടവും കഷ്ടവും വേദനയും എല്ലാം അവൻ അനുഭവിച്ചു. നിന്നയാൽ അവന്റെ ഹൃദയം തകർക്കപ്പെട്ടു. അതിനെല്ലാം വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അടിക്കുന്നവർക്ക് മുതുക്, രോമം പറിക്കുന്നവർക്ക് കവള്, നിന്നയ്ക്കും തുപ്പലിനും അവൻ മറച്ചില്ല. നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതെല്ലാം സഹിച്ചു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ നമുക്ക് വേണ്ടി കള്ളന്മാരുടെ മധ്യത്തിൽ പ്രധാന കുറ്റവാളിയെ പോലെ അപമാനിക്കപ്പെട്ടവനായി അവൻ ക്രൂശിൽ തൂങ്ങപ്പെടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മെ ശാപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, നിത്യ ന്യായവിധിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം മഹാദൈവമായ അവൻ നമ്മോട് കാണിച്ച മഹാകരുണ നിമിത്തം പിതാവായ മഹാദൈവവും രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന ദൈവം നമ്മോട് കാണിച്ച പരമസ്നേഹ നിമിത്തം താഴ്ചയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ഇന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മെ യോഗ്യരാക്കി തീർത്തു. നമ്മെ സ്നേഹിച്ചപ്പോൾ അവൻ തന്റെ സ്വർഗീയ പദവികളെല്ലാം തനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തനിക്കായി ഒന്നും തന്നെ ശേഷിപ്പിച്ചില്ല. തന്റെ പദവി വിട്ട് ഒഴിഞ്ഞ് ഒരു ദാസനായി അവൻ കടന്നു വന്നു. കാൽവരി ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, അതുപോലെ അനേകരുടെ പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തം, തന്റെ ശരീരത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞ് അരുളി ചെയ്തതുപോലെ തന്നെ ആ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ശേഷിക്കാതെ വണ്ണം ശരീരവും മാംസവും രണ്ടായി നമുക്ക് വേണ്ടി അത് നൽകപ്പെട്ടു. ഇന്ന് നാം ഈ വിലയേറിയിരിക്കുന്ന സ്മരണകളെ ഓർക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്നുള്ളതിനെയാണ് അനുസ്മരിപ്പിക്കുന്നത്. എന്നാൽ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അവൻ തേജസ്സോടുകൂടി ഉയർത്തെഴുന്നേറ്റു. ഇനി വീണ്ടും വരുന്നു. അവനെ മുഖാമുഖമായി കണ്ട് നാം ആരാധിക്കുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല. ആ വലിയ പ്രത്യാശയോടുകൂടി നമുക്ക് അവന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ, നമുക്ക് വേണ്ടി സകല കഷ്ടങ്ങൾ അനുഭവിച്ചവനെ, നമുക്ക് വേണ്ടി പിതാവ് തന്റെ പ്രിയപുത്രനെ തകർത്ത് കളഞ്ഞ് നമ്മെ രക്ഷിച്ച ആ മഹാസ്നേഹത്തെയോടത്ത് ഓർത്ത് അവിടുത്തെ പാതാരബന്ധങ്ങളിൽ വീട് മടങ്ങി സ്തുതിക്കാം. അവന്റെ വിലയേറിയിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.